ഈ വേനൽ കടക്കുന്നതോടുകൂടെ നമ്മൾ വലിയൊരു ജലക്ഷാമത്തിലേക്ക് പോകുമെന്നൊക്കെ പേടിച്ചിരിക്കുന്ന സമയമാണ്. എന്തായാലും അതിനൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കടുത്ത വേനൽ സംഭവിക്കുന്നത് ഈ സംസ്ഥാനത്ത് കാട്ടുതീ വ്യാപകമായിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസവും ഹെക്ടർ കണക്കിന് വനഭൂമിയാണ് കത്തി നശിക്കുന്നത്. വനപ്രദേശങ്ങളിൽ തീ പിടിക്കാതിരിക്കാൻ മുൻകരുതലുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും തീ അണയ്ക്കാൻ വനം വകുപ്പിന് പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാട്ടിലും നാട്ടിലുമെല്ലാം കനത്ത ചൂട് കൂടിയതോടെ കാടെല്ലാം കരിഞ്ഞുണങ്ങിയ കാടുകളിൽ കാട്ടുതീ ആളിപ്പടരുകയാണ്. വേനൽ കനത്തതോടെ ദിവസവും ഹെക്ടർ കണക്കിന് വനപ്രദേശങ്ങൾ കത്തി നശിക്കുന്നുവെന്നാണ് കണക്ക്. കാട്ടുതീ തടയാൻ മുൻകരുതലുകൾ വനം വകുപ്പ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും തീ ആളിപ്പടർന്നാൽ പരിഹാരം ഒന്നുമില്ല. ഇത് ഉൾക്കാട്ടിലോട്ട് കൂടുതൽ പടർന്നാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാവുന്നതിലും അപ്പുറം നമ്മുടെ ഫോറസ്റ്റുകാരോ നമ്മുടെ ലോക്കൽ അതോറിറ്റികളും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ, കാരണം കാട് മൊത്തം ഉണങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഉൾവനപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ വനം വകുപ്പ് നിയമിച്ചിരിക്കുന്ന താൽക്കാലിക വാച്ചർമാരാണ് ഈ തീ അണയ്ക്കുന്നത്. ഫയർഫോഴ്സിനും മറ്റ് സംവിധാനങ്ങൾക്കും ഇവിടെ എത്താൻ കഴിയാത്തത് തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കാട്ടുതീ കെടുത്താൻ വനം വകുപ്പ് നിയമിച്ച താൽക്കാലിക ജീവനക്കാർക്ക് തീ പടരുന്നത് തടയുവാനോ തീ അണയ്ക്കുവാനോ വേണ്ട സംവിധാനങ്ങളൊന്നും നൽകിയിട്ടില്ല. താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഫയർ ലൈനുകൾ തെളിയിക്കും. തീ കത്തിയാൽ ഈറ്റവടിയും പച്ചിലകളും കൊണ്ട് ഇവർ അണയ്ക്കാൻ ശ്രമം നടത്തും. ഇതാണ് ആകെയുള്ള മാർഗം. ഞങ്ങൾ തൂപ്പ് കിട്ടും, മറ്റേ ഈ ഇലയൊക്കെ വെട്ടി തീ അടിച്ച് ആദ്യം അണയ്ക്കും. അണച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഈറ്റക്കോല് വെച്ച് ഞങ്ങൾ വകഞ്ഞിടും. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കൂടുതൽ തീപിടുത്തം ഉണ്ടാകുന്നുണ്ടോ? കഴിഞ്ഞിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു തീപിടുത്തം. ഇതേ മേളിലേക്കൊക്കെ കുറെ തീ പിടിച്ചാണ്. സാങ്കേതിക വിദ്യ ഇത്ര കണ്ട് വളർന്നിട്ടും ഈ ഈറ്റവടിയും പച്ചിലച്ചൂലുമൊക്കെയാണ് നമുക്ക് ശരണം. ക്യാമറ പേഴ്സൺ ഹബീബ് കൊടുമുണ്ടയ്ക്കൊപ്പം റിനു ശ്രീധർ, മീഡിയ 1.